ലേറ്റസ്റ്റ് ആയിട്ട് അഹാന കൃഷ്ണയ്ക്കും കുടുംബത്തിനും എതിരെ കുറേയധികം നെഗറ്റീവ് കമൻസും പോസ്റ്റുകളൊക്കെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഓൺലൈനായിട്ടൊക്കെ ഡ്രസ്സ് വിൽക്കുന്ന ഒരു ഷോപ്പ് പോലെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. അപ്പോൾ അതിലേക്ക് പുതിയൊരു സാരി ഉണ്ടെങ്കിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാരിക്ക് ഏകദേശം 7000 രൂപയാണ് ഈ ഒരു ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു അഹാനയൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് കുറേയധികം ആരോപണങ്ങളും അതേ കണക്ക് ഇവർക്കെതിരെ നെഗറ്റീവ് കമൻസൊക്കെ വരുന്നത്. ഇവർ ഇതുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ട് അത് കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. അതിനെന്തിനാണ് ഇത്ര 7000 രൂപയൊക്കെ വാങ്ങേണ്ട കാര്യമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതൊന്നുമല്ല ഇത്. ഇവർ എവിടെയെന്നെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുന്ന അത് കുറേ സ്റ്റോക്കായിട്ട് വാങ്ങിച്ച് വെക്കും. എന്നിട്ട് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കും. ഇഷ്ടമുള്ളവർക്ക് വാങ്ങാമെന്നുള്ളതാണ്. അപ്പോഴത്തേന് 7000 രൂപയൊക്കെ ഈ ഒരു സാരിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതേ സെയിം സാരി തന്നെ വേറെ ആൾക്കാർ 4000 രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഇവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം ഇത്രയും രൂപ കൊടുത്ത ആൾക്കാർ വാങ്ങുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ ആൾക്കാരെ പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ ഇവർക്കെതിരെ വരുന്നുണ്ടായിരുന്നു. മറ്റ് ചിലരാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം, ഇവർ സെലിബ്രിറ്റിയാണ്, ഇവർക്ക് അതിനനുസരിച്ചുള്ള വാല്യൂ ഉണ്ട്, അപ്പോൾ അവർ വിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വാല്യൂവിലാണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവരത് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്തും അത് വലിയൊരു ബ്രാൻഡായിട്ടുള്ള രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പോലും. അപ്പോൾ ആ ഒരു പൈസ വാങ്ങുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ലേറ്റസ്റ്റായിട്ട് ഇവരിട്ട ഒരു പോസ്റ്റ് കഴിഞ്ഞ് കുറേയധികം പേരത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുറേയധികം പേരപ്പം വാങ്ങുന്നവരുണ്ട്. അപ്പം വാങ്ങുന്നവർക്കെതിരെയും കുറേയധികം വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.